നൽകിയിട്ടുണ്ട്. ഇതിന് മുന്നേയും പുസ്തകങ്ങൾ നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട് അദ്ദേഹം. ഈ ക്യാമ്പയിനുമായി ഇന്നും അദ്ദേഹം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് കൊടുക്കുന്നതിന് അദ്ദേഹം എത്തിയിട്ടില്ല. അതിനുശേഷം ഇവിടെ പുസ്തകങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തരുന്ന റസാഖ്, അദ്ദേഹത്തെ ഞാൻ ഈ പുസ്തകം നൽകുന്നതിനെ വായനശാലയ്ക്ക് നൽകുന്നതിനായി ക്ഷണിക്കുകയാണ്. ഏറ്റവും ജയപ്രകാശ് മാഷ് ഇവിടെ ഇല്ല, അത് ഞാൻ പ്രസിഡന്റിനെ തന്നെ ക്ഷണിക്കാം. നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം ഗോകുമാർ കുട്ടിപ്പുറത്താണ്. അദ്ദേഹം ഇതുപോലെ മുന്നേ ഒട്ടനവധി പുസ്തകങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഈ പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനാണ് രാംകുമാരേട്ടന്. നമ്മുടെ ബാലവേദി അംഗങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. അത് വായനശാലയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നതിനായി ശ്രീദേവി ടീച്ചറെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ നൽകിയ എല്ലാവർക്കും നന്ദി ഔദ്യോഗികമായി രാംകുമാറായിട്ട് രേഖപ്പെടുത്തും. എങ്കിലും ഞാൻ നന്ദി പറയാണ്. നമ്മുടെ പുതിയ വന്നിട്ടുള്ള മെമ്പർമാർ അവർക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വേറൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വായനശാല ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ഇംഗ്ലീഷ് പത്രമടക്കം 7 പത്രങ്ങൾ വരുന്നുണ്ട്. അത് വായിക്കാം. രാവിലെ അവിടെ വായനശാല തുറക്കാറുണ്ട്. വൈകുന്നേരം അടയ്ക്കുന്നത് വരെ നമുക്ക് സമയമുണ്ട്. റഫറൻസ് കൊണ്ട് ഇവിടെ ഇരുന്ന് പഠിക്കാം. അതുപോലെ ക്യാരംസ് കളിക്കാം. ചെസ് ബോർഡുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ കളിയുടെ ആവേശം ഉണർത്താൻ ഇവിടെ എല്ലാ ദിവസവും സമയം ഒന്നും നോക്കാതെ പുലർച്ചയ്ക്കായാലും ശരി 4 മണിക്കും 5 മണിക്കും രാവിലെ 6 മണിക്കും എല്ലാം ഇവിടെ കളി ഇടുന്നുണ്ട്. ഇതൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു അറിയിപ്പ് കൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത അധ്യക്ഷനെ വീണ്ടും ക്ഷണിക്കുക. നമ്മൾ ഈ വായനാവർഷാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ആദ്യ ദിവസം ഇന്ന് തുടങ്ങിയ പരിപാടി ഈ 2 പരിപാടി, ഒന്ന് ഉദ്ഘാടനം, ഒന്ന് അനുസ്മരണം ആയിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ജൂലൈ 7 വരെയുള്ള പരിപാടികൾ നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഓരോന്നായിട്ട് നമ്മൾ അറിയിക്കും. അതിൽ ഒന്ന് ഐവിദാസ് അനുസ്മരണമുണ്ട്, പി ദാമോദരൻ അനുസ്മരണമുണ്ട്. ഇതിന്റെ ഡേറ്റുകൾ നമ്മൾ പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ച 2 പരിപാടികളുണ്ട്. ഒന്ന് ഈ വായനാവർഷാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 5-ന് LP, UP, ഹൈസ്കൂൾ കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ തങ്കം ടീച്ചർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഭാഗമായി വായനശാല കഴിഞ്ഞ വർഷം മുതൽ നടത്തി വരുന്ന വായനാവർഷാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം SA റൈറ്റിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇംഗ്ലീഷ്. നമ്മൾ തിരുവല്ലാമല പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട എല്ലാ സ്കൂളിലെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളെ പങ്കെടുപ്പിച്ച് അതിന് ഒരു സമ്മാനം മേടിച്ചിരുന്നു. അതുപോലെ ഇത്തവണ നടത്തുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ കോമ്പറ്റീഷനാണ്. അത് ഈ വരുന്ന ജൂലൈ 3-ാം തീയതി കാലത്ത് 11 മണിക്ക് ഗ്രാമീണ വായനശാല വെച്ച് നമ്മൾ നടത്തുന്നുണ്ട്. അതിന് 5000-ഓളം പ്രൈസ് മണി കൊടുക്കുന്നത് തങ്കം ടീച്ചർ മെമ്മോറിയൽ ട്രസ്റ്റാണ്. അപ്പോൾ ആ പരിപാടിയും ഉണ്ട്. അതിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ അത് 3-ാം തീയതി. അതുപോലെ തന്നെ ഈ ചിത്രരചന കോമ്പറ്റീഷൻ 5-ാം തീയതി. മറ്റ് 2 പരിപാടികളുടെ ഡേറ്റും നമ്മൾ പ്രഖ്യാപിക്കും. ഇത്തരം പരിപാടികളാണ് വായനശാല ഈ വായനാവർഷാചരണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ എല്ലാ പരിപാടിക്കും നമുക്ക് പൊതുവെ വായനശാലയുടെ ഒരു പരിപാടി പറയുമ്പോൾ ആളുകൾ വളരെ കുറവായിരിക്കും. കുറവുള്ള ആളുകളാണെങ്കിലും അവർ ഭയങ്കര ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുള്ളൊരു സന്തോഷമുണ്ട്. വരും പരിപാടികളിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്നതിന് ഞാൻ ഒരു മെമ്പർ കൂടിയുണ്ട്, വിനോദ് പി രാജൻ, ലൈവ് മെമ്പർ. അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് നൽകുന്നതിനായി ഞാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അവരെ ക്ഷണിക്കാൻ. വിനോദ് പി രാജൻ.
നന്ദി പറയുന്നതിനെ രാംകുമാർ ക്ഷണിച്ചു കൊടുക്കുന്നു. ചായ കുടിക്കാത്തവർക്ക് ചായ കുടിക്കാം. വായന പക്ഷാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച തിരുവിതാംകൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, നമ്മുടെ PN നാരായണ പണിക്കരുടെ അനുസ്മരണം, നാരായണ നായരുടെ അനുസ്മരണം നടത്തിയ ശ്രീദേവി ടീച്ചർ, ഇതിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ വായനശാല പ്രസിഡന്റ് ഉമാശങ്കർ, സ്വാഗതം പറഞ്ഞ ബാബു, മറ്റ് സ്നേഹമുള്ള വായനാ സുഹൃത്തുക്കളെ, ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. PN പണിക്കർ വരുന്നതിന് മുമ്പും ഭാഷയുണ്ടായിരുന്നു. ആ ഭാഷയെ പറ്റി നമുക്കൊന്നും അറിയണമല്ലോ. പക്ഷെ അതിനു മുമ്പ് ഉമാശങ്കർ പോവുകയാണ്. പുള്ളി എന്നോട് പറഞ്ഞു, പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ വിഷമമാണ് പ്രസംഗം കേൾക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ പുള്ളിയെ പറഞ്ഞിട്ട് പോകുന്നതോട് തിരിച്ചിരിക്കുക. അപ്പോ നമ്മുടെ ഭാഷ, മലയാള ഭാഷ ഒരു ശ്രേഷ്ഠ ഭാഷയാണ്. ഈ ഭാഷയുടെ ഉത്ഭവം പഴന്തമിഴിൽ നിന്നാണ് ഉണ്ടായത്. ആ പഴന്തമിഴിൽ നിന്നുണ്ടായ മലയാള ഭാഷ ആദ്യം വട്ടെഴുത്തിലായിരുന്നു ഉണ്ടായത്. കുറെ കാലം വട്ടെഴുത്ത് നമുക്കൊന്നും അറിയില്ല, അക്ഷരങ്ങൾ കുറവുള്ള ഭാഷയായിരുന്നു വട്ടെഴുത്ത്. നമ്മൾ ഭാഷാപിതാവായി തുഞ്ചത്തെ രാമാനുജൻ വന്നതിന് ശേഷമാണ് ഭാഷയിൽ പരിഷ്കാരങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാഷാപിതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആ പരിഷ്കാരത്തിന്റെ ഭാഗമാണ് 51 അക്ഷരങ്ങളായിട്ട് വന്നത്. അതിന് 1500 വർഷമായി. ഈ 1500 വർഷമായി നമുക്ക് ഈ 2015 നമ്മുടെ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 150 കോടിയോളം ജനങ്ങൾ വ്യത്യസ്തമായ ഭാഷകൾ, 29 പ്രാദേശിക ഭാഷകളും 10,000 പേര് വെച്ച് മറ്റ് സാധാരണ ചെറിയ ഭാഷകൾ സംസാരിക്കുന്ന 120 ഭാഷകളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് 4 കോടി ജനങ്ങൾ സംസാരിക്കുന്ന മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷയായെങ്കിൽ അതിൽ നമുക്ക് അഭിമാനിക്കാം. ആ അഭിമാനത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം 2000 വർഷങ്ങൾ പഴക്കമുള്ള ഈ ഭാഷ ആദ്യം നമ്മൾ സാഹിത്യ രംഗത്തുള്ള പലർക്കും നമ്മൾ ശ്രേഷ്ഠ ഭാഷ പദവി നൽകണമെന്ന് പറഞ്ഞ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അത് നമുക്ക് തിരിച്ചു നൽകുകയാണ്. രണ്ടാമത് വീണ്ടും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് കിട്ടാനുണ്ടായ കാര്യം ഒന്ന് വയനാടിലെ ഇടയ്ക്കൽ ഗുഹയാണ്. പിന്നെ നിലമ്പൂരിന്റെ ചിലമ്പതികാരൻ, ആ ബുക്കിൽ നമ്മുടെ മലയാള ഭാഷയെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൊണ്ട് അങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഷാപിതാവായ അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ കിട്ടിയിരിക്കുന്ന ജി ശങ്കരക്കുറുപ്പിനാണ്. അതിനുശേഷം വന്നു കഴിഞ്ഞിട്ടാണ് ഈ PN പണിക്കർ, പൊതുവായി നാരായണ പണിക്കർ എന്നുള്ളതാണ് PN പണിക്കരുടെ പേര്. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചു. അതിലൊരു ചെറിയ കാര്യം എങ്ങനെയാണെന്ന് മുമ്പ് വായനകൾ അത്ര വലിയ താല്പര്യമില്ലെങ്കിൽ ഈ മാഷ് പുസ്തകങ്ങൾ വായിച്ച് കഥ അമ്പലത്തിന്റെ ആൽത്തറയിൽ വരുന്നവർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായമായി. ആ സമ്പ്രദായത്തിൽ അവർ കഥ കേട്ട് അവർ കൂടെ മനസ്സിൽ കൂടെ വായനയോടുള്ള ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും അവരും കൂടെ കൂടിക്കൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി ആ ക്ഷേത്ര ജീവനെ അവരോട് പറഞ്ഞു കഴിഞ്ഞ് ഒരു വായനശാല തുടങ്ങാനുള്ള തീരുമാനം ഉണ്ടാകും. ആ വായനശാല തുടങ്ങുമ്പോൾ വളരെ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ വീടുകളിൽ ചെന്ന് കളക്ഷൻ ചെയ്തുകൊണ്ട് കുറെ പുസ്തകങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ആ നീലം പേരിലാണ് ആദ്യത്തെ വായനശാല ഉണ്ടാവുന്നത്. തിരുവിതാംകൂറിലാണ് അത്. രണ്ടാമത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ അമ്പലപ്പുഴയിൽ സ്ഥാപിച്ചു. 47 വായനശാലകൾ അദ്ദേഹം തിരുവിതാംകൂർ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഗ്രന്ഥശാല സംഘം രൂപീകരിക്കാനായിട്ട് കൂടി തിരുവിതാംകൂറിലെ ഈ വായനശാലകളെ കുട്ടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപീകരിച്ചു. അപ്പൊ പുള്ളിക്ക് കുറച്ചുകൂടെ ആവേശമായി. ആ ആവേശമായത് അങ്ങനെ രണ്ടാമത് നമ്മുടെ മലബാർ പ്രദേശത്തേക്കൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ തിരുവിതാംകൂറിലും മായങ്ങളിലൊക്കെ PN പണിക്കർ വന്നിട്ടുണ്ട്. ഇതിന്റെ പറഞ്ഞ 78 വർഷമായി നമ്മുടെ വായനശാല, അല്ലെ 78 വർഷമായി നമ്മുടെ വായനശാല. ഇവരെല്ലാവരും വന്നതിന്റെ പേരിലാണ് നമ്മുടെ മാഷക്കറിയാമായിരിക്കും PN മേനും പിന്നെ പണ്ടാരക്കളം മാധവകുട്ടി മേനും പിന്നെ 2-3 പേര് കൂടിയാണ് ആദ്യമായി വായനശാല തിരുവിതാംകൂറിൽ രൂപീകരിക്കുന്നത്. ആ രൂപീകരിച്ച് കഴിഞ്ഞ ഇടശ്ശേരി
അന്ന് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. കുറെ പ്രാവശ്യം പഠിക്കാൻ പരിശ്രമിച്ചെങ്കിലും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം 85,000 രൂപ കിട്ടി, 263 രൂപ വെച്ച് ഗ്രാന്റ് കൊടുത്തതായിട്ട് പറയപ്പെടുന്നു. പക്ഷേ മുണ്ടശ്ശേരി മാസ്റ്ററാണ് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ആദ്യമായി ഗ്രാന്റ് നൽകാൻ തുടങ്ങിയത്. ഇപ്പോ നമുക്ക് ലൈബ്രറിയിൽ ശമ്പളം കിട്ടുന്നുണ്ട്, ഗ്രാന്റ് കിട്ടുന്നുണ്ട്, പുസ്തകം വാങ്ങിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യമുണ്ട്. ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലങ്ങളിൽ വായനാശീലം പഠിപ്പിച്ച തന്റെ ജീവിതം മുഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ് ഈ പുതുവായൂർ നാരായണപ്പണിക്കർ. അവിടെയാണ് അദ്ദേഹത്തിന്റെ വിശേഷം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ഈ വായനാ ദിനം ആചരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, സമയം വൈകി. എന്നിരുന്നാലും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പല തിരക്കുകളുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അറിയാം, ഇപ്പോൾ വായനാ ദിനം മാത്രമല്ല, രണ്ടാമത് നമ്മുടെ യോഗ ദിനം കൂടെ 21-ാം തീയതി ആണെങ്കിലും ഇന്ന് നടത്തപ്പെടുകയാണ്. ആകെ തിരക്കുള്ള ദിവസമായിരുന്നു. ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രസിഡന്റ് പല തിരക്കുകളുണ്ടായിട്ട് വൈകിട്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് എത്തിച്ചേർന്ന പ്രസിഡന്റിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും വായനശാലയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ 5 മണിക്ക് പ്രവർത്തകർ കുറഞ്ഞ നിൽക്കാനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വന്നെങ്കിലും ടീച്ചർ ക്ഷമയോട് കൂടിയെല്ലാം നമ്മൾ ഇതെല്ലാം സഹിച്ചു വന്നുകൊണ്ട് നല്ല രീതിയിലൊരു ക്ലാസ് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാണിച്ച അസൈൻമെന്റ്സിന് ശ്രീദേവി ടീച്ചർക്ക് വായനശാലയുടെ പേരിലും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേര് വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. നമ്മുടെ അധ്യക്ഷൻ സ്ഥാനം അലങ്കരിച്ചിരുന്ന KP ഉമാശങ്കർ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇതിന്റെ പേര് നമ്മുടെ വായനശാലയുടെ പേരിൽ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച നമ്മുടെ ബാബു